പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ 4 പതിറ്റാണ്ടോളം അനുഭവ സമ്പത്തുള്ള ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണന്റെ വഴിവിട്ട യാത്രകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഔപചാരികതകളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് എഡിഷനിലേക്ക് എത്തിയ വഴിവിട്ട യാത്രകളുടെ പ്രകാശനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി ശ്രീ MB രാജേഷാണ്. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ സെക്യുലറിസത്തെക്കുറിച്ചും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും നിരന്തരം ഉറക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ MB രാജേഷ്. മികച്ച പാർലമെന്റേറിയൻ എന്നതിനൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കാനും ലേഖനങ്ങൾ എഴുതാനും ഒക്കെ സമയം കണ്ടെത്തുന്ന ശ്രീ MB രാജേഷിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വഴിവിട്ട യാത്രകളുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. നേരത്തെ മന്ത്രിയെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ശ്രീമാൻ സതീശനും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു മനുഷ്യനാണ്. ഇക്കഴിഞ്ഞ വായനാ ദിനത്തിൽ അദ്ദേഹം ഒരു വർഷത്തിനിടെ വായിച്ച 21 പുസ്തകങ്ങളെ പറ്റിയിട്ട ഒരു FB പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിലെ പുസ്തകങ്ങളുടെ വൈവിധ്യമാണ് ഏവരെയും ആകർഷിച്ചത്. ഇന്നത്തെ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ഇല്ല, എത്തിച്ചേരും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും നിരന്തരം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഈ കാലഘട്ടത്തിൽ ചുരുക്കെഴുത്താണെങ്കിലും മാപ്ര എന്ന 2 അക്ഷരത്തിൽ മാധ്യമ പ്രവർത്തകർ പരിഹസിക്കപ്പെടുന്ന ഇക്കാലത്ത് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനവും അദ്ദേഹം അതേക്കുറിച്ച് എഴുതിയ വഴിവിട്ട യാത്രകൾ എന്ന പുസ്തകവും എന്നേക്കും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ടെലിഗ്രാഫിന്റെ എഡിറ്റർ അറ്റ് ലാർജ് എന്ന പൊസിഷനും വഹിക്കുന്ന ശ്രീ R രാജഗോപാലിനെ ദ റിയൽ എഡിറ്റർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീല പെൻസിൽ കൊണ്ട് ചുല്ലിയാറ്റ് വെട്ടിത്തിരുത്തിയ മാധ്യമ പ്രവർത്തനം ഇന്നും പ്രാവർത്തികമാണെന്ന് തെളിയിച്ച ഒരു എഡിറ്ററുടെ അസർട്ടീവ് പവർ ഉപയോഗിച്ച് ആ അധികാരം കൊണ്ട് അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ശ്രീമാൻ R രാജഗോപാലിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഏവർക്കും അറിയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ മാങ്ങാട് രത്നാകരൻ സർ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നു. അദ്ദേഹം പരിപാടിയിലേക്ക് എത്തും. ഏഷ്യാനെറ്റിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു യാത്രാ വിവരണ പരിപാടി നമുക്ക് ഏവർക്കും ഓർമ്മയുള്ള ഒന്നാണ്. രാഷ്ട്രീയവും സ്പോർട്സും സിനിമയും എല്ലാം ഇഴചേർന്ന അദ്ദേഹത്തിന്റെ ചിന്താധാര വളരെ വിസ്മയാവഹമാണ്. യാത്ര, പുസ്തകങ്ങൾ, കവിത, കഥ, ടെലിവിഷൻ ജേർണലിസം, സാഹിത്യം, ചിത്രകല തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഓറിയന്റേഷനുള്ള മാങ്ങാട് രത്നാകരൻ സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഉടൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയും യാത്രികയും പ്രഭാഷകയും കണ്ടന്റ് ക്രിയേറ്റർ തുടങ്ങി സർഗാത്മകതയുടെ വിവിധ തലങ്ങളിൽ വിഹരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം ശ്രീമതി KA ബീനയും നമുക്കൊപ്പമുണ്ട്. അധികാര വികേന്ദ്രീകരണം സമൂഹത്തിലെ താഴെത്തട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് KA ബീന എഴുതിയ 100 കസേരകൾ എന്ന ലേഖന പരമ്പര ഈ അടുത്തിടെ അതിന്റെ ജീവസുറ്റ അന്തസ്വത്ത കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. ശ്രീമതി KA ബീനയെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാടകങ്ങളിലൂടെ സാംസ്കാരിക ലോകത്തെത്തിയ ശ്രീമാൻ പ്രമോദ് പയ്യന്നൂർ ഡോക്യുമെന്ററി ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും മികച്ച പ്രഭാഷകനുമൊക്കെയാണ്. പുതിയ കാലഘട്ടത്തിലെ മലയാളി പ്രതിഭകളിൽ ഒരാളും നമ്മുടെ ഈ ഭാരത് ഭവന്റെ സെക്രട്ടറി കൂടിയായ ശ്രീമാൻ പ്രമോദ് പയ്യന്നൂരിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വഴിവിട്ട യാത്രകൾ എന്ന പുസ്തകത്തെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ പിൻവാങ്ങാം. കേരളത്തിലെ ലിബറൽ സമൂഹത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ജീവിതം പറിച്ചു നട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇൻട്രിഗസീസിലൂടെ കടന്നുപോയ ഒരു അസാമാന്യ ജേർണലിസ്റ്റിന്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് വഴിവിട്ട യാത്രകളുടെ ഓരോ പേജിലും ഞാൻ വായിച്ചു പോയപ്പോൾ കണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാനുഷിക, സാമൂഹിക, മതപരമായ, പ്രത്യേകിച്ച് സംഘപരിവാർ ഹിന്ദുത്വ പ്രൊജക്ട് ആവിർഭവിച്ചത് നടപ്പാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ ശ്രീമാൻ വെങ്കടേഷ് രാമകൃഷ്ണൻ അതിസരസമായ ലളിതമായ ഭാഷയിൽ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്.
ഗ്രനേഡുകളും വെടിയുണ്ടകളും പായുന്ന ഇടങ്ങളിൽ അകപ്പെട്ടതിനെപ്പറ്റിയും മരണത്തെ മുഖാമുഖം കണ്ടതിനെപ്പറ്റിയുമൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ നമുക്കൊരു അനാവശ്യ ഉദ്വേഗമല്ല, പകരം നേര് പറയുന്നതിന്റെ ഒരു തെളിമയാണ് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുക. വളരെ സാഹസികമായ അനുഭവങ്ങൾ നിറഞ്ഞതാണ് വെങ്കടേഷ് രാമകൃഷ്ണന്റെ പത്രപ്രവർത്തന ജീവിതം. ഫിലിപ്പ് നൈറ്റ്ലി മുതൽ സായിനാഥ് വരെയുള്ള അപൂർവ ജനസിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന തരം യാത്രയും അനുഭവവും അപൂർവ ബന്ധങ്ങളും ഇഴചേർന്ന വളരെ സജീവമായൊരു മാധ്യമ പ്രവർത്തന ചരിത്രമാണ് വെങ്കടേഷ് രാമകൃഷ്ണനുള്ളത്. മനുഷ്യരിലേക്കും അവരുടെ ശരാശരി ജീവിതത്തിലേക്കും അവരിൽ ഒരാളായി എത്തിപ്പെട്ട ഒരു രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകന്റെ ബോധ്യങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുന്നതാണ്. ഉത്തരേന്ത്യയിൽ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഹൈന്ദവതയ്ക്കപ്പുറമുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്കും ഈ പുസ്തകം നമ്മളെ നയിക്കും. തന്റെ ജീവിതാനുഭവങ്ങൾ ഇത്ര ലളിതമായി, സ്റ്റൈലായി, രസികൻ ഭാഷയിൽ നമുക്കായി എഴുതി തന്ന ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണന് നന്ദി പറഞ്ഞുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി മന്ത്രി MP രാജേഷിനെയും അതിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങാനായി ശ്രീ VD സതീഷ്, പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ ദീർഘകാല സുഹൃത്തായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചതുപോലെ എഡിറ്റർ എന്ന പദവിയിൽ അനേകം പേര് ഇന്ത്യയിലുണ്ട്. എന്നാൽ എഡിറ്റർ എന്ന് നമുക്ക് മനസ്സിൽ തട്ടി വിളിക്കാവുന്ന ശ്രീ രാജഗോപാൽ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ 2 വാക്ക് സംസാരിക്കാനാണ് എന്നെ ക്ഷണിച്ചത്. അതിൽ കൂടുതൽ സംസാരിക്കേണ്ടതാണ് ഈ പുസ്തകത്തെക്കുറിച്ചെങ്കിലും എനിക്കും പ്രതിപക്ഷ നേതാവിനും അടിയന്തരമായി തന്നെ നിയമസഭയിൽ എത്തണം. അല്പസമയത്തിനകം ഇന്ന് സഭ പിരിയുകയാണ്. അപ്പം അതുകൊണ്ട് ദീർഘമായിട്ട് പ്രസംഗിക്കാനാവില്ല എന്നൊരു ഖേദം ആദ്യം തന്നെ പങ്കുവെക്കുക. വളരെ സന്തോഷത്തോടെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ വഴിവിട്ട യാത്രകൾ എന്ന ഈ പുസ്തകം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് ഇപ്പോൾ ചാനലുകളിലെല്ലാം വാർത്ത മന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പ് കോർത്തു എന്ന്. നിയമസഭ നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായും പ്രതിപക്ഷം വളരെ അഗ്രസീവാവും. പ്രതിരോധിക്കേണ്ടത് ഭരണപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ ചുമതലയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ നിയമസഭയിലെ ചൂടേറിയ തർക്കവിതർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് ഒരു വേദിയിൽ ഒരു പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഭരണകക്ഷിയുടെ ഒരു നേതാവിനും കഴിയുന്നു എന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വേറെ എത്രയിടത്ത് കഴിയും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ ഈ ചർച്ചയും സംവാദമൊക്കെ ഇപ്പം നിയമസഭയിലല്ല, അതിനു മുമ്പ് ചാനലുകളിൽ ധാരാളം നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ കാലമായിട്ടാണ് അതില്ലാതായത്. അതെത്രയോ കാലമായിട്ട് നടക്കുന്നുണ്ട്, അതങ്ങനെ നടക്കും. പക്ഷേ അതിനെല്ലാം ഒടുവിൽ ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ മുകളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ, ചർച്ച ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് കഴിഞ്ഞ വർഷം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ച് ഫ്രണ്ട് ലൈനിൽ വന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ചുരുക്കം ഇതാണ്: കേരളത്തിൽ മാത്രം കാണാവുന്നൊരു സവിശേഷത എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറഞ്ഞു, ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കേരളത്തിലെ 3-4 മന്ത്രിമാർ, ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് എന്നിവർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സജീവമായി പങ്കെടുക്കുകയും എഴുത്തുകാരുമായിട്ടുള്ള ചർച്ചയിൽ, അവരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കാളികളാവുകയും ഒരു സദസ്സിൻ്റെ മുമ്പിൽ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും
മറുപടി പറയാൻ ഇരുന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരെ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല എന്നതാണ് ആ റിപ്പോർട്ട്. നിങ്ങൾ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത്. ജനാധിപത്യത്തിലെ ആ സംവാദത്തിൻ്റെ ഇടം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് കേരളത്തെ മാറ്റുന്നത് ഇങ്ങനെയുള്ള ചില സവിശേഷതകളാണ്. യാത്രകളെക്കുറിച്ചാണല്ലോ വെങ്കടേഷിനെ വിളിച്ച് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം വഴി വിട്ടാണല്ലോ യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ അദ്ദേഹത്തോട് അപ്പോൾ തന്നെ പറഞ്ഞു. അതായത് പരമ്പരാഗതമായ യാഥാസ്ഥിതികമായ വഴിയിലൂടെ സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലല്ല വെങ്കടേഷിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ വളരെ സന്തോഷം ആ കാര്യത്തിലുണ്ട്. മാത്രമല്ല വേറൊരു കാര്യത്തിൽ കൂടി സന്തോഷമുണ്ട്. എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഇതിന് മുമ്പേ പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് മുടക്കിയ ആളാണ് അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് ശേഷം 2019 പരാജയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ പരിപാടിക്കോ മറ്റോ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കേണ്ടിയിരുന്നു. നേരത്തെ എത്തിയപ്പോൾ അല്പം കുശലാന്വേഷണമൊക്കെ ആയിട്ട് ഒരു മുറിയിലിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അപ്പോൾ അതൊരു പ്രസാധകൻ്റെയാണ്. അദ്ദേഹം കുറേ കാലമായിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൽഹി അനുഭവങ്ങളൊന്ന് എഴുതണം, ഒരു പുസ്തകമാക്കണം, പാർലമെൻറ്റ് അനുഭവങ്ങൾ, ഡൽഹി അനുഭവങ്ങൾ. അപ്പോൾ അദ്ദേഹം വീണ്ടും നിർബന്ധിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഞാൻ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ പത്രപ്രവർത്തകൻ്റെ ഒരു ഈ സൂക്ഷ്മമായ ഗ്രാഹ്യ ശക്തി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് അദ്ദേഹം മനസ്സിലാക്കി കാര്യം. എന്നിട്ട് എന്നോട് ഫോൺ വെച്ചിട്ടുണ്ടോ ചോദിച്ചു, ഡൽഹി അനുഭവങ്ങളെക്കുറിച്ച് എഴുതാനാണോ എന്ന്. ഞാൻ പറഞ്ഞു അതെ, ഒരിക്കലും എഴുതി കളയരുതെന്ന് പറഞ്ഞു. അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് അന്ന് വെങ്കടേഷനെ പറഞ്ഞ് പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് അതെ, ഞാനതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ച കാര്യമാണത്. വെങ്കടേഷ് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഉപേക്ഷിച്ച ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഈ പുസ്തകത്തിന് മുമ്പ് ആ പുസ്തകം വരുമായിരുന്നു. കൂടുതൽ പറയുന്നില്ല. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ആകത്തുക എങ്ങനെയാണ് വാർത്ത തേടി, കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ നടത്തിയത് എന്നതാണ്. യഥാർത്ഥത്തിൽ വാർത്തകൾ തേടിയിട്ടുള്ള യാത്ര എന്ന് മാത്രം വിശേഷിച്ചാൽ പോരെ, സത്യാന്വേഷണ യാത്രകളാണ്. വാർത്ത നിങ്ങൾക്ക് ഇന്ന് ന്യൂസ് റൂമിൽ ഇരുന്ന് സൃഷ്ടിക്കാൻ പറ്റും, പക്ഷെ അത് സത്യമാവണമെന്നില്ല. വാർത്ത ഇരുന്നിടത്തിരുന്ന് ഉണ്ടാക്കാം. അങ്ങനെ വാർത്തകൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച് റോബർട്ട് ഫിസ്കും ജോൺ പിൽസറും ഒക്കെ പറഞ്ഞതിനെക്കുറിച്ച് വെങ്കടേഷ് പറഞ്ഞിട്ടുണ്ട്. ഇറാഖ് യുദ്ധത്തിൻ്റെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സത്യം കണ്ടെത്തണമെങ്കിൽ അത് തേടി പോവുക തന്നെ വേണം. അങ്ങനെ പോയതിൻ്റെതാണ്. യാത്ര എത്രമാത്രം പ്രധാനമാണ് പത്രപ്രവർത്തനത്തിൽ എന്നത് വെങ്കടേഷ് തെളിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊരു അനുഭവം, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ടൊരു സ്വകാര്യ സംഭാഷണത്തിൽ അത് പങ്കുവച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഞാൻ ആദ്യം എൻ്റെ ഡൽഹിയിലൊരു സുഹൃത്ത്, മാധ്യമപ്രവർത്തക സുഹൃത്തിനെ വിളിച്ചു. എന്താണ് സ്ഥിതി, പൊതുസ്ഥിതി എന്താണെന്ന് ചോദിച്ചു. വളരെ റീസണബിൾ ആയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇറ്റ്സ് എ ഫോർഗോൺ കൺക്ലൂഷൻ സർ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. തുടക്കത്തിലാണ്, ഫെബ്രുവരിയിലോ മറ്റോ ആണ്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി ഞാൻ. ഒരു നല്ല പ്രതികരണം കിട്ടുമെന്ന് വിചാരിച്ച് ശ്രീ വെങ്കടേഷിനെ വിളിച്ചു. വെങ്കടേഷ് ഏറെക്കുറെ ഇത് തന്നെ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച മാധ്യമപ്രവർത്തക അവരെന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സർ ഞാൻ ഡൽഹിയിൽ നിന്ന് ചുരു വരെ ബൈ റോഡ് യാത്ര ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി, ധാബകളിൽ കയറി, ആളുകളുമായിട്ട് സംസാരിച്ചു. പക്ഷെ നേരത്തെയുള്ള അഭിപ്രായമല്ല ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞു എന്നോട്, ഒരു കാര്യം ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റും, എന്ത് സംഭവിക്കും റിസൾട്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ മോദി പ്രഭാവം എന്നൊന്നും ഇല്ലാതായിരിക്കുന്നു, അതെനിക്ക് ഉറപ്പാണ് എന്ന്. ആ ബലത്തിൽ ഞാൻ വെങ്കടേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ, അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിട്ടുള്ളതാണ്, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളയാളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. വെങ്കടേഷ് പറഞ്ഞു, ഞാനിതാ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു, ഞാനപ്പോൾ ഇവിടെ ഇരുന്നാണ് സംസാരിച്ചത്, യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോർത്തിലൊന്ന് യാത്ര ചെയ്തു വന്നപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ഇത് ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ സുഹൃത്ത് വീണ്ടും എന്നെ പിന്നീട് ഘട്ടത്തിൽ രാജസ്ഥാനിൽ 2ാമത് പോയപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ വീണ്ടും പറഞ്ഞു, രാജസ്ഥാനിൽ 10-12 സീറ്റ് വരെ നഷ്ടപ്പെടും ഭരണകക്ഷിക്ക് എന്നുള്ളത്.
എന്നിട്ട് ഒരു കാര്യം കൂടി കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ അമ്രാറാം വിജയിക്കും എന്ന് ആദ്യം എന്നോട് പറഞ്ഞ ആൾ ആ മാധ്യമപ്രവർത്തക സുഹൃത്താണ്. അത് കഴിഞ്ഞ് ഈസ്റ്റേൺ യു പിയിൽ സഞ്ചരിച്ച് പറഞ്ഞു, ഖൊരഗ്പൂർ മുതൽ വാരാണസി വരെ സഞ്ചരിച്ചിട്ട് പറഞ്ഞു യു പിയിൽ 50-50 ആയിരിക്കും എന്ന്. ഞാൻ വെങ്കടേഷിനെ വിളിച്ചു, അദ്ദേഹം ഇതേ അഭിപ്രായം തന്നെ, അത്ഭുതം ഉണ്ടാവും യു പിയിൽ, വെസ്റ്റേൺ യു പിയിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പോൾ യാത്ര എത്രമാത്രം പ്രധാനമാണ് ഈ പത്രപ്രവർത്തനത്തിൽ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഒറ്റ കുറിപ്പിനെ കുറിച്ചുകൂടി ഇവിടെ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് ചമൻപൂരിലെ സഖിയെയും റാമോളിലെ റാവലും എന്ന കുറിപ്പാണ്. സൈക്കിയ ജാഫ്രിയെയും അതുപോലെ ഈ ഗോദ്ര തീപിടുത്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഗിരീഷ് റാവലിനെയും കുറിച്ചുള്ള കുറിപ്പാണ്. രണ്ടുപേരും ഒടുവിൽ എത്തിച്ചേരുന്നത് വർഗീയ രാഷ്ട്രീയമാണ് ഈ തങ്ങൾക്കുണ്ടായ നഷ്ടത്തിൻ്റെ എല്ലാം കാരണം എന്ന നിഗമനത്തിലാണ്. അത് ഈ എങ്ങനെയാണ് വാർത്തകൾ തേടിയുള്ള യാത്ര ആത്യന്തികമായ ചില സത്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം ആണ് എന്ന് മാത്രം ഈ സമയം വളരെ കുറവായതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് ഇതിനെപ്പറ്റി എഴുതാം എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പറയാൻ കഴിയാതെ പോയ കാര്യം കൂടി എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒപ്പം സഭയിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ അനുവാദം കൂടി തേടിക്കൊണ്ട് ഞാൻ, കാരണം അല്ല അദ്ദേഹം ഇരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നത് മറ്റൊരു നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാനിടയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനും അറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് 3 മണിക്ക് തന്നെ എത്തിച്ചേരാമെന്ന് തീരുമാനിച്ചതാണ്. സഭയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, 3 മണിക്ക് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലുള്ള ഈ ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ എൻ്റെ ഒരു സ്നേഹിതനായിട്ടൊരു 4-5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ മഹാമാരിയുടെ കാലത്ത് വെറുതെ ഇരിക്കുകയാണ്, അധികം ജോലിയില്ലാത്ത സമയമാണ്. അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അന്ന് MLA ആയിരിക്കുന്ന സമയമാണ്. വ്യത്യസ്തമായ മേഖലകളിൽ ഉള്ള ആളുകളുമായി ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചു. ഞാൻ 33 പേരെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാനത് അറിവ് തേടിയുള്ള എൻ്റെ ഒരു അന്വേഷണമായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. വൈവിധ്യമാർന്ന മേഖലകളിലെ ആളുകളുമായി സംവദിച്ചപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് എനിക്ക് ഒരുപാട് പേര് അതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നു. അന്ന് വലിയ പരിചയമുള്ള ആളല്ല വെങ്കടേഷ് രാമകൃഷ്ണൻ, എങ്കിലും അദ്ദേഹത്തിനെയാണ് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് എനിക്ക് അന്ന് തോന്നി. കാരണം മന്ത്രി രാജേഷ് പറഞ്ഞതുപോലെ ശ്രദ്ധേയനായ എഡിറ്ററാണ്, ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണ് എന്ന് നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയ ഒരാളായിരുന്നു. അതിനേക്കാൾ ആത്മബന്ധമുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ടായിട്ടും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായി. അതും അദ്ദേഹം ചില അടയാളപ്പെടുത്തലുകൾ ആ സംഭാഷണത്തിൽ നടത്തി. പിന്നീട് ആ സൗഹൃദം മുന്നോട്ട് പോയി. ഇന്ന് ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും മികച്ചൊരു മാധ്യമപ്രവർത്തകനായത്, ഇത്രയും നല്ലൊരു എഡിറ്റർ ആയത് എന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ യാത്രയാണ്, വഴിവിട്ട യാത്ര എന്നത് രസകരമായ പ്രയോഗമാണ്. അതൊരു യാത്രയാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ വിജ്ഞാനയാത്രയും വിനോദയാത്രയും തീർത്ഥാടനവും ഒക്കെ കൂടി കുഴഞ്ഞു മറിഞ്ഞ ഒരു യാത്രയെന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡലുണ്ട്, ഫിലിപ്പ് നൈറ്റ്ലി എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. ഫിലിപ്പ് നൈറ്റ്ലി എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, ഹാക്കസ് പ്രോഗ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒക്കെ കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്ര 1-2 വിദേശ രാജ്യങ്ങളിലെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ബംഗ്ലാദേശിലേക്ക് പോയതും പിന്നെ ഫുട്ബോൾ ഹൂളിഗൻസിനെ കാണാൻ പോയതും മാത്രം. ബാക്കിയെല്ലാം നമ്മുടെ വടക്കേ ഇന്ത്യയും വെസ്റ്റേൺ ഇന്ത്യയും ഈസ്റ്റിൻ്റെയും ഒക്കെ കടന്ന നമ്മുടെ പ്രദേശത്തുകൂടിയാണ്. പഞ്ചാബിൽ, രാജസ്ഥാനിൽ, ജാർഖണ്ഡിൽ, കൊൽക്കത്തയിൽ, അജ്മീറിൽ, അങ്ങനെ മുംബൈയിൽ, അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അന്വേഷണമാണ്. യാത്ര എൻജോയ് ചെയ്യുകയും യാത്രയോടൊപ്പം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എനിക്ക് തോന്നുന്നു യാത്രകളിൽ കണ്ടെത്തിയ കൂട്ടുകാരായിരുന്നു.
ആ കൂട്ടുകാരെ അദ്ദേഹം വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ടാക്സി ഡ്രൈവർ മുതൽ തുടങ്ങി വലിയ പത്രപ്രവർത്തകരും വലിയ സന്യാസിമാരും വലിയ രാഷ്ട്രീയ നേതാക്കളും വരെയുള്ള വലിയ സൗഹൃദം, പല തട്ടുകളിലുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ് അദ്ദേഹം പല കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടി പ്രയോജനകരമായി ഒക്കെ മാറ്റിയിട്ടുള്ളത് എന്ന് പുസ്തകം വായിച്ചാൽ നമുക്ക് വളരെ മനസ്സിലാവും. സായിനാഥിൻ്റെ പുസ്തകത്തെക്കുറിച്ചും സായിനാഥിൻ്റെ യാത്രയെക്കുറിച്ചും സി വനജയുടെ യാത്രയെക്കുറിച്ചും എല്ലാം അദ്ദേഹം അതിൻ്റെ അകത്ത് പരാമർശിക്കുന്നുണ്ട്. അത് തനിക്ക് മുമ്പ് വഴികാട്ടികളായി നിന്ന ആളുകളായിട്ടാണ്. എനിക്ക് വളരെ ടച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്നുമുള്ള വിശപ്പ്, ദാരിദ്ര്യം, അതെല്ലാം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ജാർഖണ്ഡിൽ പോകുമ്പോൾ 3 നേരവും ചുണ്ണാമ്പ് വിശപ്പ് കൊണ്ട് 3 നേരവും ചുണ്ണാമ്പ് തിന്നുന്ന ആദിവാസികളെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ബീഹാറിൽ ജിതിൻ മാഞ്ചിയെ കാണാൻ പോകുമ്പോൾ ഒരു പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യർ എലിയിറച്ചി കഴിക്കുന്നത്. പിന്നെ എലിയിറച്ചി ഔഷധ ഗുണമുള്ളതാണ്. എലിയിറച്ചിക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ജിതിൻ മാഞ്ചി കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും എലിയിറച്ചി കഴിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന വിശപ്പിൻ്റെ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം, യാത്രയിലൂടെയുള്ള ആ കണ്ടെത്തലുകൾ നമുക്ക് വളരെ ഹൃദയസ്പർശിയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും വിശപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. അതിനേക്കാൾ പ്രധാനമായ രാഷ്ട്രീയമായ ചില യാഥാർത്ഥ്യങ്ങൾ, ഇത് തീർത്ഥാടനമെന്ന് പറഞ്ഞാൽ തീർത്ഥാടനം ഇന്ത്യാവിലാസിനി ക്ഷേത്രത്തിലേക്കും അല്ലേ, UP-യിലെ, അതുപോലെ അജ്മീറിലെ ദർഗയിലേക്കും പല സിഖ് ക്ഷേത്രങ്ങളിലേക്കും ഗുരുദ്വാരകളിലേക്കും ഒരുപാട് ആളുകളെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരുപാട് യാത്രകൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ തീർത്ഥാടനം നടത്തുമ്പോൾ ഈ ആത്മീയതയെ വിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ രസകരമായിട്ടുള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാൾ ഒരു ഭക്തരായ ഒരു കുടുംബത്തെ കബളിപ്പിക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള രസകരമായ കാഴ്ചകളുണ്ട്. വിശ്വാസത്തിൻ്റെ ആഴം എത്രയാണ്! ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുടുംബം മുഴുവൻ വന്ന് 41 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് അതിൽ 3-4 പേർ മരിച്ചു വീഴുന്നത്, അതെല്ലാം വളരെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന, വിശ്വാസത്തെ എത്ര തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് എന്നുള്ളതിൻ്റെ എല്ലാം ചെറിയ യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മളോട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയും നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. അയോധ്യ ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അയോധ്യ വിഷയം കുമിഞ്ഞുകൂടുന്ന കാലത്ത്, അതായത് 980-കളിൽ തന്നെ അയോധ്യയും പരിസര പ്രദേശങ്ങളും സന്ദർശിക്കുകയും ആ ഒരു നറേറ്റീവ്, അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയണം, ഇത് രാമൻ്റെ ജന്മസ്ഥലമാണ് എന്നുള്ളൊരു നറേറ്റീവ്, അതുമായി ബന്ധപ്പെട്ടൊരു ഹിന്ദുത്വ അജണ്ട, എങ്ങനെയാണത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് ഈ വരികളിലൂടെ നന്നായി നമുക്ക് വായിച്ചറിയാൻ കഴിയും. വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. ഞാൻ പണ്ട് ഈ നാസിസത്തിൻ്റെ ഉദയത്തിന് തുടക്കം കുറിച്ച തേർഡ് റൈക്ക് എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നാസിസം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്, അതെങ്ങനെയാണ് അത് ആളുകളെ സ്വാധീനിക്കുന്നത്, ജർമ്മനിയിലെ മനുഷ്യരെ ഹിറ്റ്ലറും ഗീബൽസും കൂടി അതെങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ കഥയാണ് തേർഡ് റൈക്ക്. അപ്പോൾ ഒരു ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട എങ്ങനെയാണ് വേര് പിടിക്കുന്നത്, വേരുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണത് പടർന്നു പന്തലിക്കുന്നത് എന്ന് ഈ പരിമിതമായ ലേഖനങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് വരുന്നത്. എനിക്ക് പെട്ടെന്ന് തേർഡ് റൈക്കാണ് ഓർത്തത് വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ. ഈ അടുത്ത് വെങ്കടേഷ് അറിയാവുന്നൊരു പത്രപ്രവർത്തകനായിരിക്കും കുനാൽ പുരോഹിതിൻ്റെ ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി സമീപകാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എങ്ങനെയാണ് ആ അജണ്ട വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് അത് ഫ്രെയിം ചെയ്ത് വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പോയി കാണുന്ന സന്യാസിമാർ, സാക്ഷി ഗോപാൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, മഹന്തുമാർ, ഇതെല്ലാം ആ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ്, ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെയാണ് തുടങ്ങിയത്. അത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരാളാണ്. അതെങ്ങനെയാണ് മാറി വന്നത്, എങ്ങനെയാണതൊരു പൊളിറ്റിക്കൽ അജണ്ടയായി രാജ്യത്തെ രാഷ്ട്രീയത്തെയും രാജ്യത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെയും മാറ്റിമറിച്ചത് എന്ന് ഈ യാത്രകളിലൂടെ
അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് അത് വെളിവാകുന്നുണ്ട്. അപ്പം നാസിസം ഉദയം ചെയ്തതുപോലെ ഈ ഹിന്ദുത്വ അജണ്ട ഇന്ത്യയിൽ ഉണ്ടായതിൻ്റെ കഥകൾ കൂടി അതിനകത്തുണ്ട്. അതിൽ ഇന്ന് കേന്ദ്രമന്ത്രിയായി വലിയ വിവാദ പുരുഷനായ മേജർ VK സിംഗ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ ഇന്നത്തെ VK സിംഗ് അല്ല, ഇന്നത്തിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു VK സിംഗിനെ കാണുന്നതും ഈ 3 ലക്ഷത്തോളം ആളുകൾ ഈ അയോധ്യയിൽ തമ്പടിച്ചിട്ടുണ്ട് ക്ഷേത്രം തകർക്കാൻ, പള്ളി തകർക്കാൻ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സന്യാസി വേഷത്തിൽ വരുന്ന ക്രിമിനലുകളാണ്. വലിയ ക്രൈമെല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് കാവ്യവേഷവും കെട്ടി രക്ഷപ്പെട്ട് ഇവിടെ വന്നു കൂടുന്ന ആളുകളാണ് ഇതേപോലത്തുള്ള പ്രദേശങ്ങളിൽ എന്ന് VK സിംഗ് പറയുന്നതും എല്ലാവരും ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നതും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ദശാബ്ദം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന VK സിംഗ് വേറെ ആളാണ്. അത് ആ മാറിയ VK സിംഗിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെങ്കടേഷ് പറയുന്നത് പോലെ ഇൻ്റർനെറ്റിലൂടെ, ടെലിഫോണിലൂടെ, ടെലിവിഷനിലൂടെ കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് കമ്പ്യൂട്ടറിലൂടെ അതിൻ്റെ ഗ്രാഫിക്സ് എടുത്ത് പശ്ചാത്തലം എടുത്ത് ഒരു ന്യൂസ് ഉണ്ടാക്കുന്നത്, ഒരു മുറിയിലിരുന്ന് ഒരു വാർത്ത ഉണ്ടാക്കുന്നതും നഗരങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ ഹൃദയത്തിലൂടെ നടന്നുപോയി ഇതിൻ്റെ യഥാർത്ഥ ആളുകളെ കണ്ടുപിടിച്ച് ഓരോ ഭൂമികയെയും പരിശോധിച്ച് ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യുന്നതിലുമുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് ഈ പുസ്തകം ബോധ്യപ്പെടും. എനിക്ക് അഭ്യർത്ഥന, എല്ലാ മാധ്യമ പ്രവർത്തകരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, അവർക്കുള്ളൊരു ഗൈഡാണ് ഇതെന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പത്രപ്രവർത്തകനുമുള്ള, എല്ലാ തലങ്ങളിലുള്ള പത്രപ്രവർത്തകർക്കുള്ള ഒരു ഗൈഡാണ് ഈ വഴിവിട്ട യാത്രകൾ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഞാനിത് മുഴുവൻ ബൈഹാർട്ട് പറയാൻ പറ്റും. എനിക്ക് പ്രാവശ്യം വായിച്ച അദ്ദേഹം മുംബൈയിൽ പോയിട്ടൊരു വാർത്താ ഏജൻസിയുടെ ഓഫീസിൽ പോകുന്നുണ്ട്, ബ്ലൂംബർഗിൽ പോയി കാണുന്ന കാഴ്ച അത് അന്നാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി എത്ര മനോഹരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലൂംബർഗിൻ്റെ ഓഫീസ്. എല്ലാ സംവിധാനം ഇപ്പോഴൊക്കെ പല സ്ഥലത്തും നമുക്കിപ്പോൾ ഒരു റൂമിലേക്ക് കയറണമെങ്കിൽ കാറൊക്കെ ഇട്ടിട്ട് കയറാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കോവിഡ് കാലത്ത് ബോംബെയിലെ ഒരു പ്രധാനപ്പെട്ട പത്രസ്ഥാപനത്തിൽ ആളുകളെ മുഴുവൻ ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ജീവനക്കാർ കയറി ചെന്ന് കാർഡിട്ടപ്പോൾ കാർഡ് കയറുന്നില്ല ഓഫീസിലേക്ക്, സ്വന്തം ഓഫീസിലേക്ക്. അത്രയും നാൾ 4, 5, 10 വർഷമൊക്കെ വർക്ക് ചെയ്ത ഓഫീസിലേക്ക് കാർഡ് ഇട്ടപ്പോൾ കാർഡ് വർക്കാവുന്നില്ല, ഡോറ് തുറക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്ന് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അയാൾ കൈമലത്തി കാണിച്ചു. പിന്നെ അകത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ സോറി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി അദ്ദേഹം ഈ കാർഡ് ഇട്ട് പോകുന്നതും അല്ലേ, ഇപ്പോൾ ബയോമെട്രിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതുമായ കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എത്ര പെട്ടെന്ന് വരികയും അത് അനലൈസ് ചെയ്യുകയും, ഇന്നിപ്പോൾ ഡാറ്റ വലിയ ഒരു ഘടകമാണ്. നമ്മളൊക്കെ പണ്ടൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കണം, എത്ര ലൈബ്രറി പോകണം, എത്ര പുസ്തകം വായിക്കണം, എത്ര അധ്യാപകരെ കാണണം. ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺ അവർ ഫിംഗർ ടിപ്പ്. അപ്പോൾ അത് വെച്ചുള്ള അനാലിസിസ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, അത് അറിവാണ്, ആരോ ഫീഡ് ചെയ്തിരിക്കുന്ന അറിവാണ്. അറിവ് മാത്രം കൊണ്ടൊരു പത്രപ്രവർത്തകനാകാൻ പറ്റില്ല, തിരിച്ചറിവ് കൂടി വേണം. തിരിച്ചറിവ് കിട്ടുന്നത് ഈ യാത്രകളിലൂടെയാണ്. അതാണ് ഈ വഴിവെട്ട യാത്രകളിൽ വെങ്കടേഷ് സമാഹരിച്ചത്, തിരിച്ചറിവാണ്. അറിവും തിരിച്ചറിവും കൂടി. അറിവ് വേണം, ഡെഫിനറ്റ് ആയിട്ട് വേണം. ഈ ഫിംഗർ ടിപ്പിലെ ഇൻഫർമേഷൻ വേണം. ഞാൻ അതിനെ തള്ളിപ്പറഞ്ഞല്ല, വേറെ വ്യാഖ്യാനം പറയരുത്, ഇപ്പോഴൊക്കെ എന്ത് പറയുമ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ അതും വേണം. ഇതാണ് അതിൻ്റെ അകത്തെ പ്രധാന ഘടകം. അതിനൊരു വല്ലാത്ത രൂപം വരുന്നത് ഒരുപാട് കാര്യങ്ങളിലേക്ക്, ഒരുപാട് കണ്ടെത്തലുകളിലേക്ക്, ഒരുപാട് തീരുമാനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, അതിൻ്റെ പുറകിൽ എന്താണ് ഭരണകൂടം, എന്താണ് പോളിസി മേക്കിംഗ്, എന്താണ് ദാരിദ്ര്യം, എന്താണ് ഡെവലപ്മെൻറ്റ്, എന്താണ് സെക്യുലറിസത്തിൻ്റെ പ്രാധാന്യം, എന്താണ് ഡെമോക്രസിയുടെ പ്രാധാന്യം, എന്താണ്, എവിടെയാണ് ഇത് തകരുന്നത്, നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എവിടെയെല്ലാമാണ് തകർക്കപ്പെടുന്നത് എന്നാണ്. അപ്പം ബ്ലൂംബർഗിലെ ഓഫീസിൽ നിന്നിറങ്ങി മുംബൈയിലെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ അവിടെ കാണുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് എന്ത് മനോഹരമായിട്ടാണ് ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ആ ചാപ്റ്റർ വരച്ചു വെച്ചിരിക്കുന്നത്, കൃത്യം പോലെ. പിന്നെ ഇതൊക്കെ വളരെ രസകരമായി
യാത്ര ഭയങ്കര രസമല്ലേ? ഞാനൊക്കെ യാത്ര പോകുന്ന ആളാണ്, ട്രെക്ക് ചെയ്യാൻ പോകുന്ന ആളാണ്. 18 വയസ്സ് മുതൽ കാട്ടിൽ യാത്രയ്ക്ക് പോകുന്ന ആളാണ്, കടലിലും പോകുന്ന ആളാണ്, നിരന്തരമായി പോകുന്ന ആളാണ്. പക്ഷെ ഈ യാത്രയിൽ റിസ്ക് കൂടിയുണ്ട്. അതുകൂടി പരാമർശിക്കാതെ പോയാൽ അത് പൂർണ്ണമാവില്ല. എത്രയോ പ്രാവശ്യം അപകടത്തിൽപ്പെടുകയാണ്. ബംഗ്ലാദേശിലേക്ക് നുഴഞ്ഞു കയറുകയാണ്, തിരിച്ചു വരുമ്പോൾ പിടിക്കുകയാണ്, ചില്ലറ കൊടുത്ത് രക്ഷപ്പെട്ടു. എന്നിട്ട് ബംഗ്ലാദേശിനെ കുറിച്ച് പറയാം. ആ ബംഗ്ലാദേശിനെ കുറിച്ച് വെങ്കടേഷിൻ്റെ ഒരു പാരഗ്രാഫുണ്ട്. അവിടെ കൃഷിയില്ല, തരിശായി കിടക്കുന്നു, പട്ടിണിയാണ്, ദുരിതമാണ്, ദാരിദ്ര്യമുണ്ട്. ഒറ്റ പാരഗ്രാഫിൽ എന്താണ് ബംഗ്ലാദേശ് അദ്ദേഹം പോയ കാലത്ത് എന്താണ് എന്നൊരു പാരഗ്രാഫിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി അല്ലേ, പോലീസ് പട്ടാളം 100 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ പൂക്കോളാൻ പറഞ്ഞ് വിടുന്നത്. എത്രമാത്രം തകർച്ചയിലാണ് അവർ. പിന്നീട് ബംഗ്ലാദേശ് റൈഫിൾസ് അല്ലേ അല്ലേ അവരുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശ്രീനഗറിൽ പോകുമ്പോൾ ശ്രീനഗറിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഷറഫുദ്ദീൻ അല്ലേ, ഷറഫുദ്ദീൻ അദ്ദേഹത്തെ കാറിൽ കൊണ്ടുപോയി തീവ്രവാദികളുടെ ക്യാമ്പിൽ പോകുന്നത്. കണ്ണ് കെട്ടി കാറിൻ്റെ നടുവിലിരുന്ന് വെങ്കടേഷ് പോവുകയാണ്. അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങൾ അവരൊരു ഒരു ഒരു സ്ഥിരമായിട്ട് പറയുന്ന അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സൊക്കെ അവരുടെ കഴിഞ്ഞ് അവരുടെ കേന്ദ്രത്തിൽ പോയി 10ഓളം ചെറുപ്പക്കാർ, എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഉള്ള തീവ്രവാദികൾ, അവരുടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ, അത് എന്തുകൊണ്ട് അവർ ഇന്ത്യക്ക് എതിരായി എന്നതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ രണ്ടുമുണ്ടല്ലോ, 2 സൈഡും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തിരിച്ചു വന്ന് പിറ്റേ ദിവസം കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ തട്ടിക്കൊണ്ടുപോയി. മുഴുവൻ പുസ്തകം വായിച്ചാലും പുസ്തകം വായിക്കില്ലല്ലേ, ആ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അവിടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നല്ല അടിയും കിട്ടി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് സത്യം മനസ്സിലാക്കി അവരെ ഒറ്റിക്കൊടുത്തെന്നാണ്. അന്ന് പോലീസ് ആക്രമണം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അവരെ ഒറ്റിക്കൊടുത്തെന്ന് അവർ തെറ്റിദ്ധരിച്ച് തട്ടിക്കൊണ്ടുപോയതും. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ, റിസ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വെടിയൊച്ചകൾ, പെട്ടെന്ന് ഫയറിങ് ഉണ്ടാകുമ്പോൾ താഴെ വീണ് കിടക്കുന്നത്, കാശ്മീരിൽ പോകുമ്പോൾ 1-2 പ്രാവശ്യത്തെ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് കിടന്നത്, 2ാമത്തെ പ്രാവശ്യം പറയാതെ തന്നെ കിടന്നു തുടങ്ങിയ കാര്യങ്ങൾ. ചോപ്പറിൽ പോകുമ്പോൾ അപകടത്തിൽ പെടുന്നത്, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപാട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നടത്തിയ സത്യ തേടിയുള്ള യാത്ര, അറിവ് തേടിയുള്ള യാത്ര, വിജ്ഞാനപ്രദമായ യാത്ര, വിനോദയാത്ര, തീർത്ഥാടനം എല്ലാം കൂടിയുള്ള അപൂർവമായ ഒരു ജീവിത അനുഭവത്തിൻ്റെ ചിത്രീകരണമാണ് ഈ പുസ്തകം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, എല്ലാം എഴുതി കാണില്ല. ഇനിയും തുടർച്ചയായി ഇതിൻ്റെ വഴിവിട്ട യാത്രകളുടെ തുടർച്ചയായിട്ടുള്ള യാത്രകളും ആ യാത്രാ വിവരണങ്ങളും ഉണ്ടാകണം. അതുണ്ടാകാൻ കഴിയട്ടെ, കൂടുതൽ എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയാളത്തെ പത്രപ്രവർത്തകരുടെ അഭിമാനമാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. വഴിവിട്ട യാത്രകളുടെ ഓരോ പേജും ഓരോ അധ്യായങ്ങളും കൃത്യമായി വായിച്ച് വിലയിരുത്തി അതെല്ലാം നമുക്ക് വേണ്ടി ഷെയർ ചെയ്തെന്ന പ്രതിപക്ഷ നേതാവിന് നന്ദി പറയുന്നു.